ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സഹ്യന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന കൊങ്കൺ തീരം നിബിഡ വനങ്ങളും ചെങ്കുത്തായ പർവ്വതങ്ങളും അരുവികളും പുഴകളും പൗരാണിക നിർമ്മിതികളും അതിരിടുന്ന കൊങ്കൺ മേഖലയിലൂടെയുള്ള തീവണ്ടി യാത്ര ഒരിക്കലെങ്കിലും അനുഭവിച്ചറിയേണ്ട നവ്യ അനുഭവമാണ്. അത്രത്തോളം തന്നെ താല്പര്യമുണർത്തുന്നതാണ് കൊങ്കൺ റെയിൽവേയുടെ ചരിത്രവും. ബ്രിട്ടീഷ് എഞ്ചിനീയറിംഗ് വൈഭവത്തെ മുട്ടുമടക്കിച്ച ചരിത്രമുണ്ട് കൊങ്കൺ റെയിൽവേക്ക്. മൂന്നാറിലും ഊട്ടിയിലെ നീലഗിരിയിലുമൊക്കെ തീവണ്ടി ഓടിച്ച, സ്കോട്ട്ലൻഡിൽ ഉൾക്കടലിന് മീതെ റെയിൽവേ പാലം നിർമ്മിച്ച ബ്രിട്ടീഷുകാരുടെ എഞ്ചിനീയറിംഗ് വൈഭവം പക്ഷേ കൊങ്കൺ മേഖലയുടെ വന്യതയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി. കൊങ്കൺ റെയിൽവേ എന്ന ആശയം രൂപപ്പെട്ട് ഏതാണ്ട് ഒരു നൂറ്റാണ്ടിന് ശേഷം മാത്രമാണ് കൊങ്കൺ തീരത്തുകൂടി ആദ്യ തീവണ്ടി ഓടിത്തുടങ്ങിയത് എന്നുകൂടി പറയുമ്പോഴാണ് എത്രത്തോളം ദുഷ്കരമായ ദൗത്യമായിരുന്നു ഇതെന്ന് ബോധ്യമാകുന്നത്. 1998 ജനുവരി 26 പ്രവർത്തനം ആരംഭിച്ച കൊങ്കൺ റെയിൽവേ 20ാം നൂറ്റാണ്ടിലെ ഏഷ്യൻ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ വിസ്മയകരമായ സംരംഭത്തിൻ്റെ വിജയത്തിന് പിന്നിൽ നേതൃസ്ഥാനത്ത് ഒരു മലയാളിയുടെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു കൊങ്കൺ റെയിൽപാതയുടെ നിർമ്മാണത്തിൽ നേരിട്ട വെല്ലുവിളികൾ? പതിറ്റാണ്ടുകളോളം അസാധ്യമെന്ന് കരുതിയിരുന്ന ഈ ദൗത്യം എങ്ങനെയാണ് സാധ്യമായത്? എന്തുകൊണ്ടാണ് കൊങ്കൺ റെയിൽവേ 20ാം നൂറ്റാണ്ടിലെ ഏഷ്യൻ എഞ്ചിനീയറിംഗ് വിസ്മയം എന്നറിയപ്പെടുന്നത്? 1853 വ്യാപാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം ആരംഭിച്ചത്. പ്രധാനമായും ഇന്ത്യയുടെ ഉൽപ്പാദനശാലകളെയും തുറമുഖ നഗരങ്ങളെയും ബന്ധിപ്പിച്ചാണ് അവർ റെയിൽപാത പണിതിരുന്നത്. റെയിൽപാത അപ്രാപ്യമായ ഇടങ്ങളിൽ ചരക്ക് നീക്കത്തിനും സഞ്ചാരത്തിനുമായി അവർ ആവി യന്ത്രത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകളെ ആശ്രയിച്ചു. 1894 കൊങ്കൺ മേഖലയിലൂടെ ഒരു റെയിൽപാത എന്ന ആശയം ആദ്യമായി ഉയർന്നു വന്നത്. തുറമുഖ നഗരങ്ങളായ മുംബൈയെയും മംഗളൂരുവിനെയും ബന്ധിപ്പിച്ച് ബ്രിട്ടീഷ് വ്യാപാരം ത്വരിതപ്പെടുത്തുക എന്നതായിരുന്നു ഈ നിയുക്ത പാതയുടെ പ്രധാന ലക്ഷ്യം. അതിനായി പ്രാഥമിക പഠനങ്ങൾ ആരംഭിച്ചെങ്കിലും കൊങ്കൺ പാത നിർമ്മിക്കുന്നതിന് വേണ്ടിവരുന്ന ഭീമമായ ചെലവ്, ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ, നിർമ്മാണത്തിലെ അതിസങ്കീർണത എന്നീ കാരണങ്ങളാൽ അധികം വൈകാതെ തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ ദൗത്യം ഉപേക്ഷിക്കേണ്ടതായി വന്നു. യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നതിലുപരി രാജ്യത്തെ ചരക്ക് നീക്കം ലാഭകരമായി നടത്താനായിരുന്നു ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ മഹാരാഷ്ട്രയ്ക്കും കർണാടകത്തിനും ഇടയിലെ 760 കിലോമീറ്റർ ദൈർഘ്യമേറിയ കൊങ്കൺ മേഖല ഒറ്റപ്പെട്ടു കിടന്നു. ഉടുപ്പിയിൽ നിന്നും മഹാരാഷ്ട്രയിലേക്ക് 1930കളിൽ ആരംഭിച്ച തൊഴിൽ തേടിയുള്ള പലായനം അതുകൊണ്ട് തന്നെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കഠിനമായ യാത്രകളായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം 1960കളിലും 70കളിലുമായി ദേശീയപാത 17 പൂർത്തിയാകുന്നതോടെയാണ് കൊങ്കൺ മേഖലയിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുന്നത്. 1980കളിൽ കൊങ്കൺ മേഖലയിലെ തീരദേശ നഗരങ്ങളെ ബന്ധിപ്പിച്ചുള്ള കപ്പൽ സർവീസ് കൂടി അവസാനിച്ചതോടെ മേഖലയെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക മാർഗം ദേശീയപാത 17 മാത്രമായി മാറി. സഹ്യപർവ്വതത്തിന് സമാന്തരമായി ഇന്ത്യയുടെ തെക്കുവടക്ക് ദിശയിൽ കടന്നുപോകുന്ന ഒരു ഒറ്റവരി പാതയായിരുന്നു ദേശീയപാത 17. ദേശീയപാത 17ലൂടെയുള്ള യാത്ര ദൈർഘ്യമേറിയതും അപകട സാധ്യത ഏറിയതുമായിരുന്നു, പ്രത്യേകിച്ച് മൺസൂൺ മാസങ്ങളിൽ. ദേശീയപാത 17ലൂടെയുള്ള ഗതാഗതം വർദ്ധിച്ചതോടെ അപകടങ്ങൾ നിത്യസംഭവമായി മാറിത്തുടങ്ങി. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ അധിവസിക്കുന്ന കൊങ്കൺ മേഖലയുടെ വർദ്ധിച്ചു വരുന്ന യാത്രാ ആവശ്യങ്ങൾ നിറവേറ്റാൻ ദേശീയപാത 17 അപര്യാപ്തമായി വന്നതോടെയാണ് കൊങ്കൺ റെയിൽപാതയ്ക്കായുള്ള ആവശ്യം വീണ്ടും ശക്തമാകുന്നത്. 1894 പ്രൊപ്പോസലിന് ശേഷം പിന്നീട് പലതവണ കൊങ്കൺ റെയിൽവേ പാതയ്ക്കായുള്ള പദ്ധതികൾ പല സർക്കാരുകളുടെ കാലത്ത് മുന്നോട്ട് വെച്ചിരുന്നുവെങ്കിലും ഇവയൊന്നും തന്നെ പൂർണ്ണമായും ഫലം കണ്ടിരുന്നില്ല. 1945നും 1970നും ഇടയിൽ മുന്നോട്ട് വെച്ച പല പദ്ധതികളും പതിവ് പോലെ തന്നെ നിർമ്മാണത്തിലെ അതിസങ്കീർണതയും ഭീമമായ ചെലവും കാരണം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. എങ്കിലും ഇവയിൽ ചില പദ്ധതികൾ ഭാഗികമായി ഫലം കണ്ടിരുന്നു. ഗോവയെ കർണാടകയുടെ പ്രാന്തപ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന മീറ്റർ ഗേജ് റെയിൽപാത 1977-79 കാലത്ത് റെയിൽവേ മന്ത്രിയായിരുന്ന മധു ദന്തവതെ മുൻകൈയെടുത്ത് മുംബൈയിൽ നിന്നും പനവേൽ വരെയും തുടർന്ന് റോഹ വരെയും നിർമ്മിച്ച റെയിൽപാത എന്നിവ തന്നെ ഇതിന് ഉദാഹരണങ്ങളാണ്. കൊങ്കൺ റെയിൽവേ വരുന്നതിന് മുമ്പ് മേഖലയിലെ പ്രധാന തീവണ്ടി പാതകളായിരുന്നു ഇവ. പക്ഷേ ഒന്നിലധികം ട്രെയിനുകൾ മാറിക്കയറി വേണമായിരുന്നു ഈ പാതയിലൂടെ കർണാടകയിൽ നിന്നും മുംബൈയിലേക്കോ മംഗളൂരുവിലേക്കോ യാത്ര തുടരാൻ. അതുകൊണ്ട് തന്നെ കൊങ്കൺ വഴിയുള്ള തീവണ്ടി യാത്രകൾ യാത്രാക്ലേശത്തിന് പുറമെ 3-4 ദിവസങ്ങളുടെ കാലതാമസവും നേരിട്ടിരുന്നു. അപര്യാപ്തമായ ഗതാഗത സാഹചര്യവും മുംബൈയുമായുള്ള കൊങ്കൺ മേഖലയുടെ ചരിത്രപരമായ ബന്ധവും കണക്കിലെടുക്കുമ്പോൾ മുംബൈയെ മംഗലാപുരവുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാത അനിവാര്യമായി തീർന്നു. കർണാടകയിൽ നിന്നും ജോർജ് ഫെർണാണ്ടസും മഹാരാഷ്ട്രയിൽ നിന്നും മധു ദന്തവതെയും 1989-90 കാലയളവിലെ ജനതാദൾ സർക്കാരിൽ റെയിൽവേ മന്ത്രിയായും ധനമന്ത്രിയായും എത്തിയതോടെയാണ് കൊങ്കൺ മേഖലയുടെ തലവര മാറുന്നത്.
കൊങ്കൺ മേഖലയുടെ റെയിൽവേ എന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് ഒരു രാഷ്ട്രീയ ഊർജവും പിന്തുണയും ലഭിക്കുന്നത് മേഖലയിൽ നിന്നുള്ള ഈ കേന്ദ്രമന്ത്രിമാരുടെ വരവോടെയാണ്. കേന്ദ്രത്തിൽ നിർണായക വകുപ്പുകൾ ഭരിക്കുന്ന മന്ത്രിമാർ തന്നെ കൊങ്കൺ റെയിൽവേക്കായി മുന്നോട്ട് വന്നതോടെ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിൽ നടക്കാൻ തുടങ്ങി. 1989 തന്നെ പദ്ധതിക്ക് ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെയും കേന്ദ്ര മന്ത്രിസഭയുടെയും അംഗീകാരം ലഭിച്ചു. തുടർന്ന് 1990 ജോർജ് ഫെർണാണ്ടസ് കൊങ്കൺ റെയിൽവേ പദ്ധതി കൂടി ബജറ്റിൽ ഉൾപ്പെടുത്തി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചു. കൊങ്കൺ റെയിൽവേക്ക് കൊങ്കൺ റെയിൽവേ പദ്ധതി പൂർത്തിയാക്കണമെന്ന് മേഖലയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ ജോർജ് ഫെർണാണ്ടസിനും മധു ദന്തവദയ്ക്കും നിശ്ചയദാർഢ്യമുണ്ടായിരുന്നുവെങ്കിലും പദ്ധതിയുടെ ഭീമമായ ചെലവ് അപ്പോഴും ഒരു വിലങ്ങുതടിയായി നിന്നു. ഈ അവസരത്തിലാണ് ധനകാര്യ മന്ത്രാലയത്തിലെ അന്നത്തെ സാമ്പത്തിക ഉപദേഷ്ടാവായ ഡോക്ടർ വിമൽ ജലാൻ കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും സംയുക്തമായി പദ്ധതി ഏറ്റെടുത്ത് പണം സ്വരൂപിക്കുന്ന കോർപ്പറേഷൻ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമന്ത്രി VP സിംഗും കേന്ദ്ര റെയിൽവേ മന്ത്രി ജോർജ് ഫെർണാണ്ടസും കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ കണ്ട് കാര്യം ബോധ്യപ്പെടുത്തിയതോടെ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കൂടെ പിന്തുണയോടെ 1990 ജൂലൈ 19 കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ എന്ന ആശയം യാഥാർത്ഥ്യമായി. ഇന്ത്യൻ റെയിൽവേ കൂടാതെ മഹാരാഷ്ട്ര, കർണാടക, കേരളം, ഗോവ സംസ്ഥാനങ്ങൾക്ക് ഓഹരി പങ്കാളിത്തമുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ രൂപീകരിച്ചത്. ആകെ 3375 കോടി രൂപ കണക്കാക്കിയ പദ്ധതിക്ക് റെയിൽവേ 408 കോടി രൂപ നൽകാമെന്ന് ധാരണയായി. മഹാരാഷ്ട്രയുടെ വിഹിതം 176 കോടി രൂപ, കേരളവും ഗോവയും 48 കോടി രൂപ വീതവും, കർണാടക 120 കോടി രൂപയും നൽകണമെന്നും തീരുമാനിച്ചു. ബാക്കി തുക ആഭ്യന്തര ധനക്കമ്പോളത്തിൽ നിന്നും നികുതിയേതര ബോണ്ടുകളിലൂടെ സമാഹരിക്കാനായിരുന്നു തീരുമാനം. കോർപ്പറേഷൻ രൂപീകരിച്ചതോടെ ഈ സങ്കീർണമായ പദ്ധതിയെ ആര് മുന്നിൽ നിന്ന് നയിക്കും എന്നായി അടുത്ത ചോദ്യം. പക്ഷേ അവർക്കതിന് ഉത്തരം തേടി അധികം അലയേണ്ടി വന്നില്ല. അപ്പോഴേക്കും ഇന്ത്യൻ റെയിൽവേയിൽ നിന്നും വിരമിച്ച പ്രഗത്ഭനായ നിർമ്മാണ എഞ്ചിനീയറായ ഏലാട്ടുവളപ്പിൽ ശ്രീധരൻ എന്ന ഈ ശ്രീധരനിലാണ് അവരുടെ തെരച്ചിൽ ചെന്ന് അവസാനിച്ചത്. 1954 ആന്ധ്രാപ്രദേശിലെ കാക്കിനാട എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കി 1962 ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ച ഈ ശ്രീധരൻ പാമ്പൻ പാലത്തിന്റെ പുനർനിർമ്മാണത്തിലൂടെയാണ് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടന കേന്ദ്രമായ രാമേശ്വരത്തെയും ധനുഷ്കോടിയെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാലമായിരുന്നു പാമ്പൻ പാലം. 1915 തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്നും യാത്രികർ പോയിരുന്നത്. ധനുഷ്കോടിയിൽ നിന്നും 18 കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം. എന്നാൽ 1964 ഡിസംബർ 22 തമിഴ്നാട്ടിൽ വീശിയടിച്ച രാമേശ്വരം ചുഴലിക്കാറ്റിൽ പാമ്പൻ പാലം തകർന്നു വീണു. 20 അടി ഉയരത്തിൽ ഉയർന്ന തിരമാലകൾ പാമ്പൻ റെയിൽപാലത്തെ തകർത്തെറിഞ്ഞു. 200 യാത്രികരുമായി ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ട പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ പാളം തെറ്റി കടലിലേക്ക് മറിഞ്ഞു. 2000-ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ച ഈ ദുരന്തം രാജ്യം നേരിട്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു. പാമ്പൻ റെയിൽപാലത്തിന്റെ പുനർനിർമ്മാണത്തിന് അന്ന് നിയോഗിക്കപ്പെട്ട റെയിൽവേ എഞ്ചിനീയറായിരുന്നു ഈ ശ്രീധരൻ. 6 മാസമാണ് ഈ പുനർനിർമ്മാണത്തിന് റെയിൽവേ ആദ്യം അനുവദിച്ചിരുന്നത് എങ്കിലും പിന്നീട് അത് 3 മാസമായി വെട്ടിക്കുറച്ചു. എന്നാൽ കടലിന് മീതെ പോകുന്ന 2.3 കിലോമീറ്റർ റെയിൽപാലം പുനർനിർമ്മിക്കുക എന്ന ദൗത്യം വെറും 46 ദിവസം കൊണ്ടാണ് ഈ ശ്രീധരൻ പൂർത്തിയാക്കിയത്. 42 വർഷങ്ങൾക്ക് ശേഷം 2006 മിന്നൽ പ്രളയത്തിൽ തകർന്ന 2.3 കിലോമീറ്റർ റെയിൽവേ പാലം പുനർനിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേക്ക് 6 മാസം വേണ്ടിവന്നു എന്നുകൂടി പറയുമ്പോൾ ഊഹിക്കാവുന്നതേയുള്ളൂ ഈ ശ്രീധരന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം. 1979 ഈ ശ്രീധരൻ കൊച്ചിൻ കപ്പൽശാലയുടെ CMD ആയി ചുമതലയേറ്റ ശേഷമാണ് കപ്പൽശാല ചരിത്രത്തിൽ ആദ്യമായി ലാഭത്തിലെത്തിയത് എന്നത് അദ്ദേഹം ഒരു എഞ്ചിനീയർ മാത്രമല്ല, നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് എന്നതിൻ്റെ സൂചനയാണ്. 1990 ജൂലൈ 30 ഒരു ചരിത്ര നിയോഗം പോലെ ഈ ശ്രീധരൻ കൊങ്കൺ റെയിൽവേയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി സ്ഥാനമേൽക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പോലും കരുതിയിട്ടുണ്ടാവില്ല താൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം ഭാവിയിൽ രാജ്യത്തെ റെയിൽ, ബ്രിഡ്ജ്, ടണൽ നിർമ്മാണത്തിലെ മാതൃകയായി മാറുമെന്ന്. 1990 സെപ്റ്റംബർ 15 ശരത് പവാർ തറക്കല്ലിട്ടതോടെ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം ഔദ്യോഗികമായി ആരംഭിച്ചു. കൊങ്കൺ റെയിൽവേ പോലെ ബൃഹത്തായ ഒരു പദ്ധതി നടപ്പാക്കുന്നതിന് വളരെ വിപുലമായ അലൈൻമെന്റ് സർവേകൾ നടത്തേണ്ടതായി ഉണ്ടായിരുന്നു. 1970കളുടെ ആദ്യ പാദത്തിലാണ് കൊങ്കൺ റെയിൽവേക്കായുള്ള സർവേകൾ ആരംഭിക്കുന്നത്. സതേൺ റെയിൽവേ ആയിരുന്നു ഇതിനായി ചുമതലപ്പെടുത്തിയിരുന്നത്. 1988 കൊങ്കൺ റെയിൽവേയുടെ അലൈൻമെന്റ് ഉൾപ്പെടുന്ന സർവേ റിപ്പോർട്ട് സതേൺ റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചു. പ്രതിവർഷം പ്രസ്തുത പാതയിലൂടെ പ്രതീക്ഷിക്കാവുന്ന ചരക്ക് നീക്കത്തിന്റെ തോത്, യാത്രക്കാരുടെ എണ്ണം എന്നീ എസ്റ്റിമേറ്റുകൾ ഉൾപ്പെട്ട ഈ സർവേ റിപ്പോർട്ട് കൊങ്കൺ റെയിൽവേ പദ്ധതിയെ സാധൂകരിക്കുന്നതായിരുന്നു. പക്ഷേ
സതേൺ റെയിൽവേ തയ്യാറാക്കിയ ഈ അലൈൻമെന്റ് സർവേയിൽ കാര്യമായ ചില പോരായ്മകൾ കൂടി ഉണ്ടായിരുന്നു. പാതയിൽ കുത്തനെയുള്ള കയറ്റങ്ങൾ, ഷാർപ്പായ വളവുകൾ എന്നിവ ഉൾപ്പെട്ട ഈ ആദ്യ അലൈൻമെന്റ് കൊങ്കൺ റെയിൽവേ പദ്ധതിക്ക് അനുയോജ്യമായിരുന്നില്ല. ഒഴിവാക്കാമായിരുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ പലതും ഈ അലൈൻമെന്റിൽ ഉൾപ്പെട്ടിരുന്നു. അതുകൊണ്ട് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ റീസർവേ നടത്താൻ തീരുമാനിച്ചു. പക്ഷേ ചെങ്കുത്തായ മലകളും പുഴകളും ചതുപ്പും നിറഞ്ഞ കൊങ്കൺ മേഖലയിലെ അലൈൻമെന്റ് റീസർവേ അത്ര എളുപ്പമുള്ള ദൗത്യമായിരുന്നില്ല. എന്നാൽ പദ്ധതി പൂർത്തിയാക്കാൻ റെയിൽവേ അനുവദിച്ച സമയമാകട്ടെ 4.5 വർഷവും. കൊങ്കൺ മേഖലയിലെ ഏറ്റവും എളുപ്പമുള്ള ഭൂപ്രദേശത്തുകൂടി 100 കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കാൻ 20 വർഷം എടുത്തപ്പോഴാണ് 760 കിലോമീറ്റർ റെയിൽപാത നിർമ്മിക്കാൻ ആകെ 4.5 വർഷം അനുവദിച്ചിരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. കൊങ്കൺ റെയിൽവേ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായി ഇ ശ്രീധരൻ 760 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പ്രസ്തുത പാതയെ 100 കിലോമീറ്ററിലധികം വരുന്ന 7 സെക്ടറുകളായി തിരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. ഓരോ സെക്ടറുകളുടെയും ചുമതല ഓരോ ചീഫ് എഞ്ചിനീയർമാർക്ക് നൽകി. ഇവരെ സഹായിക്കാനായി സിവിൽ, ഇലക്ട്രിക്കൽ, സിഗ്നൽ, ടെലികോം വിഭാഗങ്ങളിൽ നിന്നുള്ള ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരും പുതുതായി ജോയിൻ ചെയ്ത 400-ലധികം യുവ എഞ്ചിനീയർമാരുടെ സംഘവും ഓരോ സെക്ടറുകളിലും ഉണ്ടായിരുന്നു. രാജ്യത്ത് കമ്പ്യൂട്ടർ പ്രചാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ലോക്കൽ ഏരിയ, വൈഡ് ഏരിയ കമ്പ്യൂട്ടർ ശൃംഖലകളും ഫാക്സുകളും കൊങ്കൺ റെയിൽവേ പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇതുവഴി വാർത്താവിനിമയം മെച്ചപ്പെടുത്താനും ദ്രുതഗതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും കഴിഞ്ഞിരുന്നു. 1990-91 കാലയളവിൽ തന്നെ കൊങ്കൺ റെയിൽവേയുടെ അലൈൻമെന്റ് റീസർവേകൾ പൂർത്തിയായി. ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ ഘടന, വിശദമായ പ്ലാനുകൾ, എവിടെയൊക്കെ പാലങ്ങൾ നിർമ്മിക്കണം, തുരങ്കങ്ങൾ ഉണ്ടാക്കണം എന്നിങ്ങനെ വളരെ വിപുലമായ സർവേ റിപ്പോർട്ടാണ് കൊങ്കൺ റെയിൽവേക്ക് വേണ്ടി തയ്യാറാക്കിയത്. കൊങ്കൺ റെയിൽവേയുടെ അലൈൻമെന്റ് റീസർവേയും ബജാജിന്റെ കാവസാക്കി ബൈക്കുകളും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ അലൈൻമെന്റ് റീസർവേക്കായി ജീപ്പുകളും മറ്റും അപര്യാപ്തമായി വന്നു. പലയിടങ്ങളിലും എത്തിപ്പെടുന്നതിനും ബുദ്ധിമുട്ട് നേരിട്ടു. ഈ അവസരത്തിലാണ് ഗോവയിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്ന രാജാറാം ബജാജ് കമ്പനിയെ സമീപിക്കുന്നത്. തുടർന്ന് ബജാജ് കമ്പനി കൊങ്കൺ റെയിൽവേ പദ്ധതിക്കായി മോഡിഫൈ ചെയ്ത കാവസാക്കി ബൈക്കുകൾ നിർമ്മിച്ചു നൽകി. ലെവലിംഗ് ഉപകരണങ്ങളും മറ്റും ഘടിപ്പിച്ച ഈ ബൈക്കുകളിൽ 400ഓളം യുവ എഞ്ചിനീയർമാർ കാടും മലയും ചതുപ്പും കിടങ്ങും കയറി ഇറങ്ങി അലൈൻമെന്റ് സമയബന്ധിതമായി പൂർത്തിയാക്കി. ആളൊന്നിന് 100 രൂപ അലവൻസും പെട്രോളുമാണ് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ നൽകിയത്. ദിവസം 14 മണിക്കൂർ വരെ ജോലി ചെയ്താണ് ഈ യുവ എഞ്ചിനീയർമാർ ഈ ദൗത്യം പൂർത്തിയാക്കിയത്. കൊങ്കൺ റെയിൽവേയുടെ അലൈൻമെന്റ് റീസർവേ റിപ്പോർട്ടിന് 1991 മാറി വന്ന കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ കൊങ്കൺ റെയിൽവേ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. പരിസ്ഥിതി ലോല പ്രദേശമായ കൊങ്കൺ മേഖലയിലെ കാർഷിക ഭൂമികളും കശുമാവിൻ തോട്ടങ്ങളും നിബിഡ വനങ്ങളും ജനവാസ മേഖലകളും പരമാവധി ഒഴിവാക്കി കഴിവതും നിരപ്പായ പ്രദേശത്തുകൂടി പാത കടന്നുപോകുന്ന രീതിയിലാണ് കൊങ്കൺ റെയിൽവേയുടെ പുതിയ അലൈൻമെന്റ് തയ്യാറാക്കിയത്. സതേൺ റെയിൽവേ തയ്യാറാക്കിയതിനേക്കാൾ 77 കിലോമീറ്റർ ദൂരം കുറവായിരുന്നു ഈ പുതിയ അലൈൻമെന്റിന്. പുതിയ അലൈൻമെന്റ് പ്രകാരം 4850 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വന്നത്. ഗ്രാമീണ തലത്തിൽ കമ്മിറ്റികൾ വിളിച്ച് കൊങ്കൺ റെയിൽവേ പദ്ധതിയുടെ പ്രാധാന്യം പ്രദേശവാസികളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതോടെ ഭൂമി ഏറ്റെടുക്കൽ എന്ന കടമ്പ വിചാരിച്ചതിലും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. 42,000 പേരെയാണ് കുടിയൊഴിപ്പിക്കേണ്ടി വന്നത്. 144.88 കോടി രൂപ നഷ്ടപരിഹാരം നൽകിയാണ് ഈ ഭൂമികൾ ഏറ്റെടുത്തത്. പലരും നഷ്ടപരിഹാര തുക ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സമ്മതപത്രം ഒപ്പിട്ട് നൽകി. പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി പലരും സ്വമേധയാ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ സഹകരണത്തിന് പ്രത്യുപകാരമായി റെയിൽവേ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കായി താമസ സൗകര്യം ശരിയാക്കുകയും ഇവരുടെ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനായി ട്രക്കുകൾ ഏർപ്പെടുത്തുകയും ചെയ്തു. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷനിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളിലും സ്റ്റേഷൻ പരിസരത്തെ വ്യാപാരത്തിനും മറ്റും തദ്ദേശവാസികൾക്ക് മുൻഗണനയും നൽകി. അങ്ങനെ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ജനങ്ങളും സർക്കാരും ഒരേപോലെ കൈമെയ് മറന്ന് പ്രവർത്തിച്ച അപൂർവം പദ്ധതികളിലൊന്നായി മാറി കൊങ്കൺ റെയിൽവേ പദ്ധതി. കർണാടകത്തിലെയും മഹാരാഷ്ട്രയിലെയും സ്ഥിതി ഇങ്ങനെ ആയിരുന്നുവെങ്കിലും ഗോവയിലെ സ്ഥിതി മറ്റൊന്നായിരുന്നു. കൊങ്കൺ റെയിൽവേയുടെ ഗോവയിലൂടെയുള്ള 156.25 കിലോമീറ്റർ വരുന്ന അലൈൻമെന്റ് പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കും എന്ന് ചൂണ്ടിക്കാട്ടി നടന്ന സമരങ്ങൾ മാസങ്ങൾ നീണ്ടുനിന്നു. പാത കടന്നുപോകുന്നത് പരിസ്ഥിതി ലോല പ്രദേശത്തു കൂടിയാണെന്നും റെയിൽപാതയുടെ നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ മുംബൈ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 1992 ഏപ്രിൽ 24 കേസ് പരിഗണിച്ച മുംബൈ ഹൈക്കോടതിയുടെ പനാജി ബെഞ്ച് വാദങ്ങൾ കേട്ട ശേഷം ഹർജികൾ പിഴ ചുമത്തി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പ്രതിഷേധ സമരങ്ങൾ അതോടെ അവസാനിച്ചെങ്കിലും ജനങ്ങളുടെ എതിർപ്പുകൾ മാനിച്ച് കേന്ദ്ര സർക്കാർ ഗോവയിലെ മായം ബാലി സെക്ഷന്റെ പണികൾ നിർത്തിവെക്കുകയും അലൈൻമെന്റിനെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തു. ജസ്റ്റിസ് ഓസ കമ്മിറ്റി പഠനങ്ങൾക്ക് ശേഷം അലൈൻമെന്റിന് അംഗീകാരം നൽകിയെങ്കിലും 9 മാസം പണി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ഭൂപ്രകൃതിയുടെ പ്രത്യേകത കൊണ്ടും നിർമ്മാണത്തിലെ അതിസങ്കീർണത കൊണ്ടും കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണം വളരെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. സഹ്യാദ്രി മലനിരകളിലെ ടണൽ നിർമ്മാണ രീതിയല്ല
മൃദുവായ മണ്ണിൽ അവലംബിക്കേണ്ടി വന്നത്. ഇത്തരമിടങ്ങളിൽ തുരങ്കം നിർമ്മിക്കുന്നതിനൊപ്പം തന്നെ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തുക കൂടി ചെയ്യുന്ന സീക്വൻഷ്യൽ എക്സ്കവേഷൻ മെത്തേഡിലാണ് തുരങ്കം നിർമ്മിച്ചത്. അപകട സാധ്യത കൂടിയ തുരങ്കങ്ങളായിരുന്നു ഇവ. ഇത്തരമൊരു തുരങ്കമാണ് പെർണം തുരങ്കം. 1992 ആരംഭിച്ച പെർണം തുരങ്ക നിർമ്മാണം മണ്ണിടിച്ചിൽ കാരണം 92 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ പലപ്പോഴായി നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്തരം 9 തുരങ്കങ്ങളാണ് കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായുള്ളത്. ഇവയുടെ നിർമ്മാണത്തിൽ മാത്രം 19 പേരാണ് അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞത്. മണ്ണിടിച്ചിൽ കൂടാതെ പ്രളയവും കൊങ്കൺ റെയിൽവേ നിർമ്മാണത്തിൽ നാശം വിതച്ചിരുന്നു. കൊങ്കൺ തുരങ്കത്തിന്റെ നിർമ്മാണത്തിൽ 74 പേർക്കാണ് ജീവഹാനി സംഭവിച്ചത് എന്ന് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. തുരങ്കപാതകളെ മലയിടിച്ചിലിൽ നിന്നും മറ്റും സംരക്ഷിക്കുന്നതിനായി ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ ബോൾഡർ നെറ്റുകൾ സ്ഥാപിച്ചു. മുംബൈയെയും മംഗളൂരുവിനെയും ബന്ധിപ്പിച്ച് 738.9 കിലോമീറ്റർ റെയിൽപാത പൂർത്തിയായപ്പോൾ 1800-ലധികം ചെറുതും വലുതുമായ പാലങ്ങൾ, മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൻ വയഡക്റ്റുകൾ, 90-ലധികം തുരങ്കങ്ങൾ എന്നിവ കൊങ്കൺ റെയിൽവേ പാതയിൽ ഉണ്ടായിരുന്നു. കൊങ്കൺ പാതയിലെ ചെറുതും വലുതുമായ 91 തുരങ്കങ്ങളുടെ ആകെ നീളം 84 കിലോമീറ്ററിലധികം വരും. ഇവയിൽ ഏറ്റവും വലിയ തുരങ്കമായ ഖർബുഡെ തുരങ്കത്തിന് 6.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. ഈ പാതയിലെ 10 തുരങ്കങ്ങൾ അതുവരെ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ തുരങ്കങ്ങളെക്കാൾ വലുതായിരുന്നു. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും ഉയരം കൂടിയ വയഡക്റ്റിന്റെ ഏറ്റവും വലിയ തൂണിന് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനേക്കാളും ഹൈദരാബാദിലെ ചാർമിനാറിനേക്കാളും ഉയരമുണ്ടായിരുന്നു. 1998 പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കൊങ്കൺ റെയിൽവേ അക്ഷരാർത്ഥത്തിൽ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയായിരുന്നു. അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുന്നതിനൊപ്പം കൊങ്കൺ റെയിൽവേ പദ്ധതി പ്രാദേശിക വികസനത്തിനും പിന്നോക്ക മേഖലയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും പുതിയൊരു ഊർജ്ജം നൽകി. കൊങ്കൺ റെയിൽപാത വന്നതോടെ മുംബൈ മംഗളൂരു യാത്രാ സമയം 26 മണിക്കൂറായും ദൂരം 1127 കിലോമീറ്ററായി കുറയുകയും മേഖലയിലെ വ്യാപാരം, ടൂറിസം, അവശ്യ സേവനങ്ങളുടെ ലഭ്യത എന്നിവ മെച്ചപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ അതിജീവിച്ച മനുഷ്യന്റെ ചാതുര്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും തെളിവായും ഇന്ത്യൻ റെയിൽവേ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായും കൊങ്കൺ മേഖലയുടെ സുപ്രധാന ധമനിയായും കൊങ്കൺ റെയിൽവേ പദ്ധതി ഇന്നും നിലകൊള്ളുന്നു. ജയ് ഹിന്ദ്.